ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കത്തിരിക്ക കൊണ്ടൊരു റോസ്റ്റാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 6 കത്തിരിക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കത്തിരിക്കയെല്ലാം ഒരു കത്തി കൊണ്ട് 4ആയിട്ട് വരഞ്ഞെടുക്കുക. ഇനി അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടി അരമണിക്കൂർ വെക്കണം. ഇനി നമുക്ക് കത്തിരിക്ക എണ്ണയിൽ പൊരിച്ചെടുക്കാം. തിരിച്ചും മറിച്ചുമിട്ട് പൊരിച്ചെടുക്കണം. ഒരു പാനിൽ എണ്ണ ചൂടായാൽ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയാലുടൻ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും മുരിഞ്ഞതിന് ശേഷം നമുക്ക് സവാള, ക്യാരറ്റ്, പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതൊരു അര തക്കാളി അരിഞ്ഞതാണ്. ഇതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും തക്കാളി ഉടയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചോറിനോടും ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ ഇതൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അടുത്തതായി ഗരം മസാല അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം. കൂടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ കറിയിലുള്ളത്. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വേവണം. വെള്ളമെല്ലാം വറ്റിയ ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന കത്തിരിക്ക ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതൊന്ന് മൂടി വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കത്തിരിക്കയും സവാള, ക്യാരറ്റ് എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഇതൊരു അര ഗ്ലാസ് ഉണ്ട്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നമുക്ക് പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കത്തിരിക്ക റോസ്റ്റൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.